വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വർണ്ണിക്കപ്പെട്ടതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ വിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിരലോടും നാം സൂക്ഷിക്കണം. അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചു വന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ അനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചു വന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനുള്ള സ്ഥലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്നവനുമായ ജീവനുള്ള ഏക പരിശുദ്ധവുമായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ സ്തുതിയോടു രാജമക ലുയ്യാ നിൻവലമായി രാജഭാമിനിയോ bola puro valaruho kadisho mendolong wadang walawayang walidinami puraja bhajaname yudhicha egasude trunkaranam elilaliwata Pakkanabheshayana Kena Stauvenkala Surinaisa Maryamin Smarana Varanayagamaga Paripartananyallai Atmavinukota Parikama Bahola bola puro valaruho kadisho Deva prasaviti Kanyagamariami Uyaram Noyari Sudaparimalrupa Moriyorahi Velaidu Adari Moranisho Gurishom Min Mahudagati Parthanayam Adigarayam Nikomati Vadigarayam Masinena മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ രണ്ടാമത്തെ പ്രഖ്യാപിത പരിശുദ്ധനായിരിക്കുന്ന
പരിശുദ്ധ വട്ടശ്ശേരിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ ദിവസം കൂടിയാണ് ഇന്ന്. ഈ സമയത്ത് പ്രത്യേക ധൂപപ്രാർത്ഥനയും മധ്യസ്ഥതയും അപേക്ഷിക്കുന്നതാണ്. നയവാൻ വന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ, വളരുമവന്റെ ബനോൻ കാരകിൽ വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും വളരൂഹോ കാദീശോ ഒരു പോലിങ്ങും ഒരു ദീവന്നാസ്യോ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാം കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണം യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാകരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പരിശുദ്ധ മോർ ദിവന്നാസിയോസിന്റെ ഓർമ്മയെ സ്വർഗത്തിലും ഭൂമിയിലും ശ്രേഷ്ഠമാക്കുകയും അവന്റെ അസ്ഥികളിൽ നിന്ന് രോഗം ബാധിച്ചവർക്ക് സഹായങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്ത കർത്താവിനെ ഈ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത അപേക്ഷിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. കുലകുഞ്ഞവുമോസോ സൗന്ദര്യങ്ങളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന മോർ ദിവന്നാസിയോസ് ഹൃദയപൂർവമായ സ്തോത്രങ്ങളോടും പരിശുദ്ധാത്മാ കീർത്തനങ്ങളോടും കൂടെ ഞങ്ങൾ നിന്നെ പുകഴ്ത്തി മഹാസന്തോഷത്തോടെ പറയുന്നു. സഹായങ്ങളുടെ സമുദ്രവും വൈദ്യത്തിന്റെ നല്ല ഉറവിടവും ബലഹീനതയ്ക്ക് സഹായം കൊടുക്കുന്ന പരിശുദ്ധ മോർ ദിവന്നാസിയോസ് നീ ഭാഗ്യവാനാകുന്നു. എർമിയായും ശമൂവേലും പോലെ ഉദരത്തിൽ വെച്ച് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാനായ മോർ ദിവന്നാസിയോസ് നീ സൗഭാഗ്യശാലിയാകുന്നു. തന്റെ നാഥന്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ വിചാരകനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മോർ ദിവന്നാസിയോസ് നീ ഭാഗ്യവാനാകുന്നു. ഇപ്പോൾ അവിടുത്തെ പ്രാർത്ഥനകൾ മൂലം യുദ്ധങ്ങൾ നീങ്ങണമേ, കലഹങ്ങൾ ശാന്തമാകണമേ, തർക്കങ്ങൾ ശമിക്കണമേ, കോപോടികൾ നീങ്ങിപ്പോകണമേ, രോഗികൾ സുഖം പ്രാപിക്കണമേ, ബലഹീനന്മാർക്ക് ശക്തി ലഭിക്കണമേ, ദുർബലന്മാർക്ക് ബലമുണ്ടാകണമേ, ദുഃഖത്തിലും വിലാപത്തിലും ചെയ്യുന്നവർക്ക് ആശ്വാസം ലഭിക്കണമേ, പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെടണമേ, പരീക്ഷകൾ മാറ്റപ്പെടണമേ, കടകൾ പരിഹരിക്കപ്പെടണമേ, പാപങ്ങൾ ക്ഷമിക്കപ്പെടണമേ, വിശ്വാസികളായ മരിച്ചുപോയവർക്ക് യെരൂശലേമിലെ ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കണമേ. നിനക്ക് ശക്തിയും ശ്രേഷ്ഠതയും നൽകിയ കർത്താവിനെ ഞങ്ങളും അവരും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനത്തിലെ മാറിക്കുമോ ബഹോല ബുറോ വലറൂഹോ ആദീശോ മസിഹായെ കാണാൻ കാക്ഷിച്ചൊരു സഹോദരൻ ചിറകുകൾ പോൽ ഉന്നത പദമേറി മൊറിയോറാകെ മേലൈലോ ആധാരേ ശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട അഴികളെയും തന്നോപത്തെ വഴികളെയും മായി സാറി
ഐറേനിയസ് തിരുമേനി, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ സെക്രട്ടറി ജോസഫ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുളിർമ പകരുന്ന ഒരു സുദിനമാണ്. മലങ്കര സഭയുടെ അതിപുരാതനമായ മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയത്തിൽ മലങ്കര സഭയുടെ പ്രധാന അധ്യക്ഷൻ വിശുദ്ധ ബലിയർപ്പിച്ച് വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് മലങ്കര സഭയുടെ ഒരു വലിയ സാക്ഷാത്കാരമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ മലങ്കര സഭ വളരെ സൗഭാഗ്യവതിയാണ്. മലങ്കര സഭ സൗഭാഗ്യവതിയാണ് എന്ന് നാം പ്രഖ്യാപിക്കുന്നത് ഇവിടെ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിലേക്ക് കടന്നുവന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മുടെ പൂർവികന്മാരോട് ഉദ്ഘോഷിക്കുകയുണ്ടായി. ജെറുസലേമിൽ സഭ സ്ഥാപിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മലങ്കരയിലും ക്രിസ്തീയ സഭ ആരംഭിച്ചു എന്നുള്ളത് ആ അപ്പോസ്തോലിക പാരമ്പര്യത്തിൻ്റെ പിൻതലമുറക്കാരാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ അരുമസന്താനങ്ങൾ. ആ വിധത്തിൽ പറയുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ വളരെ 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 സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു സഭയാണ്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ ആരംഭിച്ച ഈ പരിശുദ്ധ സഭ 21ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സഭ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ അപ്പോസ്തോലിക പാരമ്പര്യം നിലനിർത്തുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. മാത്രമല്ല, കേരളത്തിൽ ഇപ്രകാരമുള്ള പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം നിലനിർത്തുന്ന സ്വയം ശീർഷകത്വമുള്ള മേൽക്കോയ്മയില്ലാത്ത മറ്റാരുടെയും കീഴിലല്ലാത്ത മലങ്കര സുറിയാനി ഓർത്തഡോക്സ് മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സിറിയൻ സഭ എന്ന് പറയുമ്പോൾ അത് നമുക്ക് അഭിമാനമാണ്. ഈ രാജ്യത്ത് നമ്മൾ ജനിച്ചു, ഈ രാജ്യത്ത് നമ്മൾ വളരുന്നു, ഈ രാജ്യത്ത് തന്നെ നാം മരിച്ച് അടക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ രാഷ്ട്രത്തോടും സഭയോടും വിധേയത്വവും അതുപോലെ ദേശീയതയും പുലർത്തുന്ന ഒരു സഭയുടെ അരുമസന്താനങ്ങളാണ് നാം. അതുകൊണ്ട് ഈ പരിശുദ്ധ സഭയ്ക്ക് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്വമുണ്ട് എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. അത് വലിയ ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമ്പത്താണ്. ആ സമ്പത്ത് കാത്തുപാലിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. രണ്ടാമതായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം 77 വർഷം പഴക്കമുള്ള ഒരു ഭരണഘടനയുടെ പശ്ചാത്തലത്തിലാണ് ഓർത്തഡോക്സ് സഭ ഭരണക്രമം നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. 77 വർഷം പാരമ്പര്യവും പഴക്കവുമുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ സഭയ്ക്കുള്ളത്. ഇന്ത്യ മഹാരാജ്യത്തിന് പോലും ഒരു ഭരണഘടന ഉണ്ടാകുന്നത് 1947 ശേഷമാണ്. എന്നാൽ അതിനു മുൻപ് 1934 തന്നെ ഈ സഭയ്ക്ക് ഒരു സ്വന്തമായ ഒരു ഭരണഘടന ഉണ്ടായി എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. അടുക്കും ചിട്ടയും നിയമവും സമാധാനവും ഒക്കെ പാലിക്കുവാൻ കാത്തുസൂക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സഭാ ഭരണഘടന നമുക്കുണ്ട് എന്നുള്ളതും ഈ സഭയുടെ വലിയ ഒരു നേട്ടമാണ്. മറ്റൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ബാല്യകാലം വളർന്നു വലുതായി ആ പരിശുദ്ധ പിതാവിനെ ഒരു പരിശുദ്ധന്റെ സ്ഥാനത്തേക്ക് എത്തിച്ച ഒരു ഇടവകയാണിത്. അതും നമുക്ക് വളരെ അഭിമാനകരമാണ്. പ്രിയമുള്ളവരെ, ഒരു വിധത്തിൽ പറഞ്ഞാൽ 1876 മലങ്കര സഭ അന്നത്തെ മലങ്കര മെത്രാപ്പോലിത്തായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് തിരുമേനി ഈ ദേവാലയത്തിൽ വെച്ച് ഒരു സുന്നകദോസ് വിളിച്ചുകൂട്ടി, അഥവാ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വിളിച്ചുകൂട്ടി സഭയ്ക്ക് ഒരു പ്രത്യേക ഭരണക്രമമുണ്ടാക്കി. ഞാൻ വിചാരിക്കുന്നത് ഏറെ